ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺസ് റൈസും അതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോൺസ് ഫ്രൈയും ആണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു 500 ഗ്രാം പ്രോൺസ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഹാഫ് നമുക്ക് ഫ്രൈ ചെയ്യാനും ഹാഫ് റൈസിനുമായിട്ടും എടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഒരു പിടി മല്ലിയില, കുറച്ച് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി, ഞാനൊരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന മസാല പ്രോൺസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പൊടി വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പ്രോൺസിലൊക്കെ നന്നായിട്ട് ഈ മസാല പിടിക്കണം. ഇത് എന്നിട്ട് 1 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ആ ടൈമിൽ റൈസ് റെഡിയാക്കി എടുക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ചതച്ചുകൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്യാം. ഞാനിവിടെ 3 പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. സവാള വാടി വരുമ്പോൾ നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയാണ്, അതുകൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രോൺസ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രോൺസ് ആഡ് ചെയ്യുന്നതിന് മുന്നേ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് ബസ്മതി റൈസിലും ചെയ്യാവുന്നതാണ്. റൈസ് 15 മിനിറ്റ് കുതിർത്ത് ഊറ്റിയതാണ്. അതുകൂടെ ആഡ് ചെയ്തിട്ട് ഒരു ഏകദേശം 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പ്രഷർ കുക്കർ യൂസ് ചെയ്തിട്ടാണ് റൈസ് കുക്ക് ചെയ്യുന്നത്. 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 2 കപ്പ് റൈസിന് ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ടിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആദ്യമേ ഇത് പ്രഷർ കുക്കറിൽ ചെയ്യാം കേട്ടോ. എന്നിട്ട് വെള്ളം തിളപ്പിച്ച് കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഷൂട്ട് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഞാൻ ആദ്യം പാനിൽ ചെയ്തത്. റൈസ് ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ അടച്ചു വെച്ച് നമുക്കിത് കുക്ക് ചെയ്യാം. 1 വിസിൽ മതിയാവും ഈ റൈസ് കുക്കാവാനായിട്ട്. റൈസ് കുക്കാവുന്ന ടൈം നമുക്ക് പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം.
പ്രോൺസ് ആഡ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അപ്പോൾ മസാല എല്ലാം കരിഞ്ഞിട്ട് പ്രോൺസ് കുക്കാവില്ല. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒന്ന് റെഡി ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓയിൽ കുറവായിട്ട് തോന്നുന്ന ടൈമിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പ്രോൺസ് ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് ഇനി കോരി മാറ്റാം. ഇനി നമുക്ക് റൈസ് എന്തായെന്ന് നോക്കാം. കുക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും. പ്രോൺസൊക്കെ ഇഷ്ടമാവുന്നവർക്ക് എന്തായാലും ഈ റൈസ് റെസിപ്പി ഇഷ്ടപ്പെടും. അപ്പോൾ റൈസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ചൂടോടെ കാണുമ്പോൾ തോന്നും ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ടൊക്കെ തോന്നും, പക്ഷേ തണുത്ത് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ഇനി ഇതൊരു ഫോർക്ക് യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസ് ഫുള്ളായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഈ റൈസും ഫ്രൈയും ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.